മാസപ്പടി കേസിൽ SFIO അന്വേഷണം ആവശ്യമില്ല എന്ന ഹൈക്കോടതിയിൽ വാദിക്കാൻ അഭിഭാഷകന് KSIDC നൽകിയത് 82.5 ലക്ഷം രൂപ. KSIDCക്ക് നിയമോപദേശം നൽകാൻ സ്ഥിരം അഭിഭാഷകൻ ഉള്ളപ്പോഴാണ് വീണ വിജയനായി വൻ തുക നൽകി പുറമേ നിന്നും അഭിഭാഷകനെ വെച്ചത്. KSIDCയുടെ അഭിഭാഷക ചെലവിനെക്കുറിച്ച് അവരോട് തന്നെ ചോദിക്കണം എന്നതായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിലെ SFIO അന്വേഷണം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് നടത്താൻ അഡ്വക്കേറ്റ് CS വൈദ്യനാഥനാണ് KSIDC 82.5 ലക്ഷം രൂപ നൽകിയത്. നിയമോപദേശം നൽകാൻ പ്രതിവർഷം 3.36 ലക്ഷം രൂപ നൽകി PU ശൈലജൻ എന്ന അഭിഭാഷകനെ വച്ചിരിക്കെ ഈ കേസിൽ മാത്രം KSIDC പുറമേ നിന്ന് വൻതുകയ്ക്ക് അഭിഭാഷകനെ നിയോഗിച്ചു എന്നതാണ് പ്രധാനം. ഇക്കഴിഞ്ഞ ജനുവരി 24, ഫെബ്രുവരി 7, 12 എന്നീ ദിവസങ്ങളിലാണ് 3 സിറ്റിംഗിനായി ഈ കനത്ത പ്രതിഫലം നൽകിയത്. പ്രോപ്പർ ചാനൽ പ്രസിഡന്റ് MK ഹരിദാസന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് KSIDCയുടെ ഈ വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് KSIDC ഹൈക്കോടതിയിൽ വന്ന് പറയേണ്ട ആവശ്യം എന്താണ്? മടിയിൽ കനമുള്ളവനല്ലേ വഴിയിൽ ഭയം വേണ്ടു. ഒരു അഭിഭാഷകനെ വക്കീൽ ഫീസായി നൽകിക്കൊണ്ട് അന്വേഷണം സ്റ്റേ ചെയ്യാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചത് അങ്ങേയറ്റം അപലപനീയമായി പോയൊരു കാര്യമായി പോയി. അതിനിടെ KSIDCയുടെ അഭിഭാഷക ചെലവിനെക്കുറിച്ച് അവരോട് തന്നെ ചോദിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി. എത്രയാ കൊടുത്തത്? അത് അവരോട് ചോദിക്കണം. എന്തടിസ്ഥാനത്തിലാണ് അവർ കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ലല്ലോ. ഏതായാലും നല്ലതുപോലെ കേസ് ഡിഫെൻഡ് ചെയ്യണ്ടല്ലോ. 2022-23 കാലയളവിൽ ഈ വിഷയത്തിലെ നിയമോപദേശത്തിന് KSIDC 4.5 ലക്ഷം രൂപ വേറെയും ചെലവഴിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസിൽ പുറമേ നിന്ന് നിയമോപദേശം തേടാൻ ചെലവഴിച്ച വൻതുകയ്ക്ക് പൊതുമേഖലാ സ്ഥാപനമായ KSIDC ഉത്തരം പറയണം. സർക്കാർ ഉടമസ്ഥതയിലുള്ള KSIDCയുടെ അഭിഭാഷക ചെലവിനെക്കുറിച്ച് ഉത്തരം പറയാൻ സർക്കാരിനും ബാധ്യതയുണ്ട്. റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.